സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്നാൽ കടൽ ദിനം. കടൽ ദിനം എന്ന ഒരു ദിനം പാശ്ചാത്യ രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ഇന്ന് ആഗോളപരമായി ആഘോഷിച്ചു വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാതാവിനും പിതാവിനും അതുപോലെ കുഞ്ഞുങ്ങൾക്കും പലവിധമായ കാര്യങ്ങൾക്ക് ഇന്ന ദിനങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ദിനത്തിൽ അവർ ആ ദിനത്തിൻ്റെയായ പ്രത്യേകതയെ വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നതായി കാണുവാനായിട്ട് കഴിയും. ജൂൺ മാസം 8-ാം തീയതി കടൽ ദിനമാണ്. ഈ ജൂൺ മാസം 8-ാം തീയതി സമുദ്രങ്ങളുടെയും കടലുകളുടെയും അരികിൽ ആ കടലോര പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ തടിച്ചുകൂടുകയും ആ കടലുകളുടെ പരിസരങ്ങളെ ആ തീരങ്ങളെ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അവിടെ അതിൻ്റെയായ പ്രാധാന്യതയെക്കുറിച്ച് അവർ പലവിധമായ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും നടത്തി അവിടെ പരിസ്ഥിതി അല്ലെങ്കിൽ കടലിൻ്റെയായ പരിസ്ഥിതികളെ എങ്ങനെ ശുദ്ധമായി വൃത്തിയായി സൂക്ഷിക്കാമെന്ന് അവർ ജനങ്ങൾ ലോകമെമ്പാടും മറ്റുള്ളവർക്ക് ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ 4/3 പങ്കും വെള്ളത്താൽ നിറയപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ 4/3 പങ്കും വെള്ളമാണെങ്കിൽ 5 വലിയ സമുദ്രങ്ങളും മറ്റും ചെറു കടലുകളും നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സമുദ്രങ്ങളും കടലുകളും കൊണ്ട് കോടാനുകോടി ജനങ്ങളാണ് ജീവിച്ചു വരുന്നത്. അനേകരുടെയായ നിത്യ വരുമാനം തന്നെ ഈ കടലിനെ ആശ്രയിച്ചാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കടലിൽ നിന്ന് മനുഷ്യർക്ക് ആവശ്യമായ ആ ശ്വാസവായു ലഭിക്കുന്നു, അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ അവരുടെയായ പഠനത്തിൽ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കടൽ ഭൂമിയുടെയായ ആ ഉഷ്ണം അല്ലെങ്കിൽ അതിൻ്റെയായ ടെമ്പറേച്ചർ അതിനെ നിലനിർത്തുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ കടലും സമുദ്രവും ഓരോ ദിവസവും അത് മലിനീകരിക്കപ്പെട്ടുകൊണ്ട് വരികയാണ്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ കടലിൽ മാത്രമല്ല, നമുക്കരികിലുള്ള തോടുകളിലും നദികളിലും ആറുകളിലും കുളങ്ങളിലും നാം നിക്ഷേപിക്കുവാനായിട്ട് ഒട്ടും തന്നെ നമ്മൾ താമസിക്കാറില്ല. ആവശ്യമില്ലാത്ത വസ്തുക്കളെ അങ്ങോട്ട് വലിച്ചെറിയുകയും അത് മലിനപ്പെട്ടു പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇന്ന് കടലിൽ അനേകവിധമായ കെമിക്കൽസും അനേകവിധമായ കപ്പലുകളിൽ നിന്നുള്ള ഇന്ധനം മറ്റും രീതിയിൽ ഇന്ന് കടലിനെ വളരെയധികം മാലിന്യപ്പെടുത്തി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ കടലിൽ നിന്നും അനേക വിധത്തിൽ നന്മകൾ ദൈവം നമുക്ക് കരുതി വച്ചിരിക്കുന്നുവെങ്കിലും അതിനെയും നമ്മൾ എല്ലാവിധമായ അവശിഷ്ടങ്ങളും ആവശ്യമില്ലായ വസ്തുക്കളും എല്ലാം കൊണ്ട് അതിനെ നിറയ്ക്കുവാനായിട്ട് മനുഷ്യൻ ഇപ്പോഴും അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കടൽ ദൈവം തന്നിരിക്കുന്നതായ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് മനുഷ്യന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഭക്ഷണം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. ഈ കടലിനോട് അനുബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഗുണപാഠം നമുക്ക് ഇതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് നാം തിരുവചനം നമ്മൾ വിശദമായി പരിശോധിച്ച് നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 104 അതിൻ്റെ 24 മുതൽ 26 വാക്യങ്ങൾ വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത്, യഹോവേ, നിൻ്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു, ഭൂമി നിൻ്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. ദൈവം വളരെയധികം പരിജ്ഞാനത്തോടുകൂടി ആ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും, ഈ ചരാചരത്തെയും ഭൂമിയും അതിലുള്ള എല്ലാ സസ്യങ്ങളും മറ്റ് എല്ലാ പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും എല്ലാം ദൈവം വളരെയധികം പരിജ്ഞാനത്തോടുകൂടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നാം കാണുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കടലും അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ 25-26 വാക്യങ്ങളിൽ, വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു, അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലുതുമായ അസംഖ്യ ജന്തുക്കളുണ്ട്. വലിയ വിസ്തീർണത്തിൽ
കടൽ എന്ന് അങ്ങ് കിടക്കുകയാണ്. അതിൽ അസംഖ്യമായ ജീവജന്തുക്കൾ അതിൽ സഞ്ചരിക്കുന്നു, ജീവിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ 26-ാമത്തെ വാക്യത്തിൽ അതിൽ കപ്പലുകൾ ഓടുന്നു, അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാതൻ ഉണ്ട് എന്നാണ് പറയുന്നത്. കടലിൽ എന്തൊക്കെയുണ്ട്? അതിൻ്റെയായ മഹത്വം, അത് ദൈവം സൃഷ്ടിച്ചതാണ്, അത് മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് അവിടെ ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കപ്പലുകൾ ഓടുന്നു, ലിവ്യാതാൻ അതിൽ കളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നീന്തിത്തുടിക്കുന്ന ലിവ്യാതാനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ, അത് വിശദമായി നോക്കുമ്പോൾ അതൊരു തിമിംഗലമോ അല്ലെങ്കിൽ മറ്റു മുതലയോ എന്നുള്ള വ്യാഖ്യാനമാണ് പല തിരുവചന പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പല വേദപണ്ഡിതന്മാരും അപ്രകാരം തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഈ കടലിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത്രയും വലിയ വിസ്തീർണമായി, വലിയ വ്യാപ്തിയിൽ അനേക രാജ്യങ്ങളെ തൊട്ടുകിടക്കുന്നതായ, ലോകത്തിൻ്റെ 4 പങ്ക് ആ വെള്ളത്താൽ നിറഞ്ഞപ്പെട്ടിരിക്കുന്നതായ, സമുദ്രങ്ങളും കടലുകളും അടങ്ങിയിരിക്കുന്നതായ ഈ വലിയ ഒരു ജലത്തിൻ്റെ ജലം, അതിൽ ഉള്ളതായ നന്മകളെ നമ്മൾ അനുഭവിക്കുന്നതിന് പകരം നമ്മൾ ചീത്തയാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ മഹത്വത്തെ, അവൻ്റെ സൃഷ്ടിയുടെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഈ കടലെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപാട് പുസ്തകം 14-ാം അധ്യായം അതിൽ 7-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ 14-7 പറയുന്നത് എന്തെന്നാൽ, ഇവിടെ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളെയും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ എന്ന് ത്രിവിധ ദൂതിൻ്റെ ആദ്യത്തെ ഒരു ദൂതാണ്. 3 ദൂതന്മാർ ഈ ലോകത്തിന് അവസാന കാലഘട്ടങ്ങളിൽ നൽകുന്ന ദൂതിൻ്റെ 1-ാം ദൂതിൻ്റെ ദൂതാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചറിയിച്ചത്. ഇവിടെ സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചതായ കർത്താവായ ദൈവത്തെ എന്തു ചെയ്യണം? നാം ഭയപ്പെട്ട് അവന് എന്തു ചെയ്യണം? മഹത്വം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നമുക്ക് അതിശയവും അത്ഭുതകരമായിരിക്കുന്ന സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ എന്തു ചെയ്യണം? മഹത്വപ്പെടുത്തണം എന്ന് തിരുവചനത്തിലൂടെ ദൈവം പറയുകയാണ്. ദൈവത്തിന് ഭയപ്പെട്ട് അവന് മഹത്വം പ്പെടുത്തണം, അല്ലെങ്കിൽ മഹത്വം കരയറ്റണം. അവരുടെ ന്യായവിധിയുടെ നാഴിക എന്താണ് വന്നിരിക്കുന്നത് എന്ന് ഇവിടെ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെയായ സമയം അടുത്തിരിക്കുന്നു. സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ എന്ത് ചെയ്യണം? നമ്മൾ നമസ്കരിക്കണം എന്നാണ്. ജീവനുള്ള ദൈവത്തെ, സൃഷ്ടിതാവിനെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്, ആരാധിക്കേണ്ടത് എന്ന് വചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമുക്ക് യെശയ്യാപ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വിശദമായി നമുക്ക് പരിശോധിച്ച് നോക്കാം. 11:9 എന്താണ് പറയുന്നത്? സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് എന്താണ് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് ഇവിടെ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ ഭൂമി എന്താണ്, അല്ലെങ്കിൽ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമി വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി എന്താണ്? സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആർക്കും അത് ഒന്നും ഉണ്ടാകുകയില്ല എന്നാണ് വചനത്തിൽ ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം എത്ര മർമ്മമേറിയ കാര്യങ്ങളാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഈ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഇന്ന് ഭൂമിയിലെങ്ങും ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നുള്ള അതിൻ്റെ മർമ്മങ്ങളിലെ ജനങ്ങൾ എന്താണ് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കി വരുന്നു, അത് ഗ്രഹിച്ചു വരുന്നു. യഥാർത്ഥ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു വരുന്നു. അന്ത്യകാലഘട്ടമല്ലോ എന്താണ് മനുഷ്യൻ, അവൻ ആ ദൈവത്തിൻ്റെ ജ്ഞാനം നേടുവാനായിട്ട് അവൻ പരക്കം പായുന്ന ഒരു അവസ്ഥ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
പലവിധമായ മാധ്യമങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെ വളരെയധികം സൂക്ഷ്മം പഠിക്കുകയും അതിൽ ഉള്ളടക്കിയിരിക്കുന്ന സത്യത്തെ ജനങ്ങൾക്ക് അറിയിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെയും ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ സൃഷ്ടികർത്താവാണ്. ആ സൃഷ്ടികർത്താവിനെ നമ്മൾ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് സങ്കീർത്തനങ്ങൾ 107 അതിൻ്റെ 24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു എന്നാണ് വചനം പറയുന്നത്. യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. യഹോവയുടെ പ്രവൃത്തി എന്ന് തന്നെ പറയുമ്പോൾ ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് വളരെയധികം അത്ഭുതകരമായ കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, അത് നമുക്ക് അതിൻ്റെയായ മഹത്വത്തെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കുവാനായിട്ട് സാധ്യമല്ല. മനുഷ്യൻ അവൻ്റെ ചിന്തയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കാളും ആ വലിയ ഒരു രീതിയിലാണ് അവൻ്റെയായ പ്രവൃത്തി എന്ന് നാം തിരിച്ചറിയണം. ആഴികളിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു എന്നാണ് പറയുന്നത്. ആഴികളെന്ന് പറഞ്ഞാൽ സമുദ്രത്തിലുള്ള തിരമാലകളിൽ, ആ ആഴികളിൽ, ആഴക്കടലുകളിൽ അവൻ്റെ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. പല വിധത്തിലുള്ളതായ ജീവജന്തുക്കളെയാണ് ദൈവം സമുദ്രത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നും നമ്മൾ കാണാത്ത അനേക വിധത്തിലുള്ള ജീവജന്തുക്കൾ ഇന്ന് ആ കടലിൻ്റെ അടിത്തട്ടുകളിൽ ഇന്നും വസിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പലരും അതിനെക്കുറിച്ച് പഠനം നടത്തുന്നവർ വെളിപ്പെടുത്തുന്നു. അതിനല്ല നമ്മൾ പലരും ഡിസ്കവറി ചാനലിലോ അനിമൽ പ്ലാനറ്റ് എന്ന ചാനലുകളിലോ ആ കടലുകളിലുള്ള മത്സ്യങ്ങളെയും മറ്റ് ജീവജന്തുക്കളെയും നാം കാണുമ്പോൾ നമുക്ക് എത്രയധികം നമുക്ക് അത്ഭുതകരമായി തോന്നുന്നു. ഒരുപക്ഷെ നമ്മൾ പല സ്ഥലങ്ങളിലുള്ള അക്വേറിയമുകളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടെ കാണുന്ന മീനുകൾ ആ ദൈവത്തിൻ്റെ സൃഷ്ടിയെ കണ്ട് ദൈവം ഇത്രയും മനോഹരമായി അത്ഭുതകരമായി ഈ മത്സ്യങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നല്ലോ എന്ന് നാം പറയാറുണ്ട്. ഈയിടെ ഞാനൊരു എക്സിബിഷനിൽ ഞാൻ കുറേ മത്സ്യങ്ങളെ എനിക്ക് കാണുവാനായിട്ട് ഇടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ അക്വേറിയം, അത് ഗ്ലാസ്സുകളിലുള്ള പെട്ടികൾക്കുള്ളിൽ ഈ മത്സ്യങ്ങളെ അവർ അതിൽ വെള്ളത്തിൽ ആക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു, വെള്ളത്തിലിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ താഴെ ചില നമ്പറുകൾ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് അതിൻ്റെ ഉടമസ്ഥനോട് ഞാൻ ചോദിച്ചു, ഇത് എന്താണ് ഈ നമ്പറുകൾ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, അത് നമ്പറുകളല്ല സാറേ, അതിൻ്റെ വിലയാണ് എന്ന് എന്നോട് പറയുകയുണ്ടായി. അതിൻ്റെ വില ഞാൻ ചോദിച്ചപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ വില 8 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞു. അയ്യോ, ഒരു മത്സ്യത്തിന് ഇത്രയധികം വിലയാണോ എന്ന് ഞാൻ പറയുകയും അങ്ങനെ 8 ലക്ഷവും 6 ലക്ഷവും 7 ലക്ഷവും 5 ലക്ഷവും ഉള്ള വിലയുയർന്ന മത്സ്യങ്ങൾ കാണുവാൻ വളരെയധികം മനോഹരമായ ആ മത്സ്യങ്ങളെ ആ എക്സിബിഷനിൽ എനിക്ക് കാണുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, ദൈവം അവൻ്റെ സൃഷ്ടിയിൽ അവൻ്റെ പരിജ്ഞാനത്താൽ അവൻ സമുദ്രത്തിൽ മാത്രമല്ല ഈ പ്രകൃതിയിലും അനേക വിധമായ കാര്യങ്ങളും പക്ഷികളും പറവകളും മൃഗങ്ങളെയും ദൈവം സസ്യങ്ങളെയും പല വിധത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ മഹത്വമേറിയ ദൈവമാണ്, അവൻ സൃഷ്ടികർത്താവാണ്. പ്രിയമുള്ളവരെ, അവൻ ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു എന്ന് ഇവിടെ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിലെ 24-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനേ എന്ന് ദൈവത്തെ അവർ അവിടെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ എന്താണ് അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു, ആകാശത്തെയും ഭൂമിയെയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനേ എന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അവർ അവിടെ വർണ്ണിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എപ്പോഴെങ്കിലും ഈ കടലിനെയും അതുപോലെ തന്നെ ഈ പ്രകൃതിയിലുള്ള മറ്റുള്ള ജീവജന്തുക്കളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, അവൻ സൃഷ്ടികർത്താവാണ്. ആ സൃഷ്ടികർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുകയും നമ്മൾ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത്. അപ്പോൾ കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു എന്നാണ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളും നമ്മൾ ഒരുമനപ്പെട്ട് കുടുംബമായി
ഐക്യതയോടുകൂടി മാതാവും പിതാവും കുഞ്ഞുങ്ങളുമായി നമ്മൾ ഒത്തൊരുമിച്ച് ഐക്യതയോടുകൂടി ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ ദൈവവും നമ്മളോട് മനസ്സലിയുകയും നമുക്ക് വേണ്ടിയതായ ആ നന്മകൾ അനുഗ്രഹങ്ങൾ നമുക്ക് പകരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല പ്രിയമുള്ളവരെ. ആയതിനാൽ ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ടതായ ഒരു ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ സൃഷ്ടികർത്താവാണ്, ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ശിഷ്യന്മാരോടുകൂടി അവർ ആ കടലിൽ, ഗലീല കടലിൽ അവർ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കോളിളക്കം ഉണ്ടായി. അവിടെ വലിയൊരു കടൽക്ഷോഭമുണ്ടായി. അവിടെ അതിൻ്റെ തിരമാലകൾ ആ പടകിൽ വന്ന് ആഞ്ഞടിച്ചു. അവിടെ അവരുടെ നാഥനായ കർത്താവ് യേശു ക്രിസ്തു അവരോട് കൂടെ ഉണ്ടായിട്ടും അവർ യേശുവെ രക്ഷിക്കണമേ എന്ന് ആർത്തു വിളിച്ചു. അവർ ദൈവത്തെ സഹായിക്കുവാനായിട്ട് അവർ വിളിച്ചു. യേശു ആയിരിക്കുന്ന സ്ഥലത്ത് അത് കടലായിരുന്നാലും ശരി, അത് മറ്റു ഏത് രീതിയിലുള്ള അനർത്ഥങ്ങളായിരുന്നാലും ശരി, ആ യേശു നായകനെ അതിജീവിച്ചുകൊണ്ട് യാതൊരുവിധമായ അനർത്ഥവും വരുത്തുകയില്ല എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. യേശു നമ്മുടെ ജീവിത ആ നൗകയിൽ ഉണ്ടെങ്കിൽ നമുക്കും പലവിധമായ പ്രശ്നങ്ങൾ നമ്മളെ വലയ്ക്കുമ്പോൾ നമ്മൾ ചഞ്ചലപ്പെടാതെ യേശു എൻ്റെ പ്രശ്നങ്ങളെല്ലാം വഹിച്ചുകൊള്ളുമെന്നുള്ള ആ ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം പ്രിയമുള്ളവരെ. തൻ്റെ അരുമ ശിഷ്യന്മാരെ നോക്കിയിട്ട് അല്പവിശ്വാസികളെ എന്താണ് പറഞ്ഞത്? അല്പവിശ്വാസികളെ എന്ന് അവിടെ പറയുകയുണ്ടായി. അവൻ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞു. ഭീരുക്കളാകുവാനായിട്ട് എന്തെന്ന് അവിടെ പറയുകയുണ്ടായി പ്രിയമുള്ളവരെ. എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ കാറ്റും കടലും അവിടെ ശാന്തമായി, ആ കടൽ ശാന്തമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവനെ നോക്കിയിട്ട് അവർ എന്താണ് എന്നാറേ ആ മനുഷ്യൻ അതിശയിച്ച്, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു ശാന്തതയുണ്ടായി. ഉണ്ടായിരുന്ന ശിഷ്യന്മാർ എല്ലാവരും വളരെയധികം അതിശയത്തോടുകൂടി, അയ്യോ, കാറ്റും കടൽ പോലും അനുസരിക്കുന്നല്ലോ ഇവനെ എന്ന് അവർക്ക് വളരെയധികം അത്ഭുതമുണ്ടായി പ്രിയമുള്ളവരെ. നമ്മൾ തുടർന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ കൂടെ നമ്മുടെ സമീപത്തുണ്ടാകുമ്പോൾ, അവൻ നമ്മോട് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും ശരി, നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് നമ്മൾ എടുക്കാതെ അത് ദൈവം നോക്കിക്കൊള്ളുമെന്ന് അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ഇവിടെ വെളിപാട് പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. ഞാൻ കടലുകളെല്ലാം പറഞ്ഞു, 5 വലിയ സമുദ്രമുണ്ട്, മറ്റ് കടലുകളെല്ലാം ഉണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. എന്നാൽ ഭൂമിയിൽ ഒരിടത്തും എന്താണ് കണ്ണാടിക്കടലില്ല. എന്നാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ കണ്ണാടിക്കടലുണ്ട്. ഈ കണ്ണാടിക്കടലിനൊരു സവിശേഷത ഉണ്ട്. എന്തെന്നാൽ ഈ കണ്ണാടിക്കടലിന് അരികിൽ എത്തുന്നവർ അതിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കണ്ണാടിക്കടലിൽ അവിടെ അതിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ദൈവത്തിന് സ്തുതി പാടുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞാടിൻ്റെ ഗാനം ആലപിക്കുവാനായിട്ട്, പാട്ട് പാടുവാനായിട്ട് നമുക്കൊരു അവസരം ലഭിക്കുമോ എന്ന് നാം ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ. നാം വെളിപാട് പുസ്തകം അവിടെ 8-ാം അധ്യായത്തിൽ, വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ 17-ാം വാക്യം, 9ഉം 17ഉം വാക്യങ്ങളിൽ ഉള്ളതായ കാര്യങ്ങൾ നമ്മൾ വിശദമായി നമുക്ക് പരിശോധിക്കാം. ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം നീലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? സിംഹാസനത്തിൻ്റെ മധ്യയിലുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുമെന്ന് ഇവിടെ പറയുകയും ചെയ്യുന്നു. ഇവിടെ
നാം തുടർന്ന് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ കണ്ടു രക്ഷ എന്നുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ ആ കണ്ണാടി കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്കും ഒരു അവസരം ലഭിക്കുമോ എന്ന് നാം ചിന്തിക്കണം. നാം ഈ ലോകത്തുള്ള കടലുകളും സമുദ്രങ്ങളെക്കുറിച്ചും അത് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു എന്നൊക്കെ കാര്യങ്ങളെല്ലാം നാം പഠിച്ചാലും, ഒരു ദിവസം എൻ്റെ അരുമനായകൻ അവൻ 1000 ദൂതന്മാരോടുകൂടി ആകാശമേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ, അവൻ എന്നെയും ചേർത്ത് കൊള്ളുവാനായിട്ട് കടന്നു വരുമ്പോൾ, അവനോടുകൂടെ ആ സ്വർഗീയ സിംഹാസനത്തിൻ്റെ മുന്നിൽ കണ്ണാടി കടലിനരികിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്കൊരു അവസരം ലഭിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ആയതിനാൽ പ്രിയ പിതാവേ, പ്രിയ മാതാവേ, പ്രിയ അപ്പച്ച അമ്മച്ചി, പ്രിയ സഹോദര സഹോദരി, പ്രിയ കുഞ്ഞുങ്ങളെ, നാം ദൈവ സന്നിധിയിൽ അവൻ്റെ കണ്ണാടി കടലിനരികിൽ നിന്നുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാനുള്ള ആ കൂട്ടത്തിൽ നിങ്ങളും കാണുമോ? ഒരു വലിയൊരു പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ നമ്മൾ നേരത്തെ നമ്മൾ വായിച്ചതായ വാക്യത്തിൽ നാം കണ്ടത്. 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അപ്രകാരം ദൈവമേ, എനിക്കും അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാനും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്താനുള്ള അവസരം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, ദൈവമേ, ഞങ്ങൾ കടലിലും സമുദ്രത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുവല്ലോ. അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. എന്നാൽ കണ്ണാടിക്കടലിനരികെ അങ്ങയുടെ സിംഹാസനത്തിന് മുൻപിൽ നിന്ന് അങ്ങേ മഹത്വപ്പെടുത്താനുള്ള അവസരം അടിയങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന് യേശുവിൻ്റെ തന്നെ നാം ധ്യാനിച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. നിങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതുപോലെ ആത്മീയമായ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, പ്രത്യേകമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ടി വിയിൽ കാണുന്ന താഴെ കാണുന്ന അഡ്രസ്സിൽ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കുന്നു. നന്ദി, നമസ്കാരം.